നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഗണപതി ഭഗവാനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ദ്വാദശ മന്ത്രത്തോടെയും നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മളെ ഗീതാമൃതത്തിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. 24 ശ്ലോകങ്ങൾ. 25-ാമത്തെ ഞാനിപ്പോ പറയാൻ പോണുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഭഗവാൻ പറഞ്ഞത്? അതുകൊണ്ട് നീ എന്നെ നോക്കിക്കോ, ഞാൻ എന്താണ് ശ്രേഷ്ഠ പുരുഷന്മാരെ നോക്കിയിട്ടാണ് സജ്ജനങ്ങളാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ. അപ്പൊ ശ്രേഷ്ഠ പുരുഷൻ ഞാനാണ്. എനിക്കൊന്നും ചെയ്യേണ്ടതില്ല ഈ ലോകത്ത്, എനിക്കൊന്നും കർമ്മം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ഞാൻ കർമ്മനിരതനായിരിക്കുന്നു. അതുപോലെ തന്നെ നീ അപ്പൊ നിന്റെ ശ്രേഷ്ഠ പുരുഷൻ ഞാൻ, നമ്മുടെയും ശ്രേഷ്ഠ പുരുഷൻ ഭഗവാൻ. അതുകൊണ്ടല്ലേ നമ്മള് മഹാവിഷ്ണുവിന് ഇത്ര പ്രാധാന്യം കൊടുക്കണേ. കൃഷ്ണ ഭഗവാനല്ലേ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിലെ ഏറ്റവും കൃഷ്ണ ഭഗവാൻ ഇത്ര പ്രാധാന്യം വരാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് സ്വജീവിതം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളെയും കടന്നു വന്ന, മുഖത്ത് നിന്നൊരു പുഞ്ചിരി, എത്ര വിഷമങ്ങളിലൂടെ കടന്നുപോയാലും ആ പുഞ്ചിരി മാറാതെ സ്വജീവിതം കൊണ്ട് കാണിച്ച അവതാര പുരുഷനിൽ ഏറ്റവും പ്രഥമ ശ്രേഷ്ഠനായ, അതായത് ഏറ്റവും, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്ര പ്രാധാന്യം. അപ്പൊ അദ്ദേഹം പറയാണ് 25-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു ഭഗവാൻ, സത്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദിദ്വാസ്തസാധാസക്തഃ ചിക്രീശ്വർലോക സംഗ്രഹം. 26-ാമത്തെ ശ്ലോകത്തില് 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? സത്താ കർമ്മണ്യ വിദ്വാംസഃ. ഹേ അർജുന, കർമ്മഫലത്തിൽ ആസക്തരായി അജ്ഞന്മാർ പ്രവർത്തിക്കുന്നത് പോലെ. എല്ലാവർക്കും എന്താ കിട്ടുക? ഞാനിത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇത് ചെയ്താൽ എന്ത് കിട്ടും, എന്ത് ഫലം കിട്ടും, ഇത് അന്വേഷിച്ച് പോവാതെ. സത്ത കർമ്മണ്യ വിദ്വാംസ. ഞാൻ എന്റെ കർമ്മത്തിലെ ശക്തി കൂടാതെയാണ് ഞാൻ ചെയ്യുന്ന കർമ്മം. എനിക്കൊന്നും വേണ്ട, ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി. അങ്ങനെ കർമ്മം ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ എന്നെ എവിടെ എത്തിച്ചത്? പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് മുങ്ങാനായിട്ട് എന്നെ എത്തിച്ചത്. എന്റെ അനുഭവത്തിലൂടെ ഞാൻ ഇതൊന്നും ഫലയിച്ച കൂടാതെ ചെയ്യുന്ന ഈ കർമ്മങ്ങളിൽ ഭഗവാൻ തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ സത്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത. കർമ്മബലത്തിൽ ആസക്തരായി അജ്ഞന്മാർ പ്രവർത്തിക്കുന്നത് പോലെ കുര്യാദ്വിദ്വാസ്ത്വദാസക്തഃ ചികീർഷ്യർലോക സംഗ്രഹം. തത്വജ്ഞാനിയും ജനങ്ങൾക്ക് നേർവഴി കാട്ടുവാൻ തീരുമാനിച്ച് ഫലേച്ഛ കൂടാതെ ലോക നന്മയെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യണം. അല്ലാതെ ഈ കർമ്മം ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അപ്പൊ നീ ചെയ്യുന്ന കർമ്മം, ഈ യുദ്ധം നിനക്ക് വേണ്ടിയല്ല എന്ന് നീ ചിന്തിച്ചോ. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കാനാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഹേ അർജുന, കർമ്മഫലത്തിൽ ആസക്തരായി അജ്ഞന്മാർ പ്രവർത്തിക്കുന്നത് പോലെ തത്വജ്ഞാനിയും ജനങ്ങൾക്ക് നേർവഴി കാട്ടുവാൻ തീരുമാനിച്ച് നീ എന്ത് ചെയ്യണം? തത്വജ്ഞാനിയെ പോലെ തിരയിരിക്കുക. നേർവഴി കാട്ടുവാൻ തീരുമാനിച്ച് നീ എന്ത് ചെയ്യണം? ഫലം ഇച്ഛിക്കാതെ, അതാണ് ലോക സംഗ്രഹം. ഫലം ഇച്ഛിക്കാതെ നീ ലോക നന്മയെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്തോ. എന്താ കർമ്മം? യുദ്ധം ചെയ്തോ. നിനക്ക് വേണ്ടിയല്ല എന്ന് വിചാരിച്ചിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫലേച്ഛ കൂടാതെ നീ കർമ്മം ചെയ്തോ അർജുന എന്ന് 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഖിനാം ജോക്ഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അദ്ദേഹം പറയാണ് 26-ാമത്തെ ശ്ലോകത്തിൽ, ന ബുദ്ധിഭേദം ജനയെ അജ്ഞാനാം കർമ്മസംഗീനം. ആത്മാനുഭവമുള്ള ജ്ഞാനി കർമ്മഫല ചിന്തയിൽ ആസക്തരായ അജ്ഞാനികൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത്. ഓ ശ്രേഷ്ഠനായ ഒരാൾ ചെയ്യുന്നത് പിന്തുടരാനാണല്ലോ നമ്മൾ എല്ലാവരും ചിന്തിക്കുക. ഇവിടുത്തെ ശ്രേഷ്ഠൻ ആരാണ്? ഭഗവാൻ. ആ ഭഗവാനെ നോക്കി അർജുനൻ ചെയ്തതുകൊണ്ട് അവിടെ അവർ വിജയിച്ചു. പാണ്ഡവന്മാർക്ക് ഭഗവാനായിരുന്നു കൂടെ, അതുകൊണ്ട് അവരെല്ലാം. പക്ഷെ അവർക്ക് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ നന്മയുള്ളതുകൊണ്ട്, ധർമ്മം ഉള്ളതുകൊണ്ട്.
ധർമ്മമുള്ളിടത്തേ ഭഗവാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാൻ കൂട്ടിനുണ്ടായത്. അപ്പൊ അദ്ദേഹം പറയാണ്, ബുദ്ധിഭേദം ജനകേ അജ്ഞാനം കർമ്മസംഖ്യന ആത്മാനുഭാവമുള്ള ജ്ഞാനി കർമ്മബല ചിന്തയിൽ ആസക്തരായി അജ്ഞാനികൾക്ക്, അതായത് വിവരമില്ലാത്തവർക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കാൻ പാടില്ല. ജോക്ഷയെ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ, സർവകർമ്മങ്ങളും യുക്തമായി ആചരിച്ച് അവരെ നേർവഴിക്ക് നയിക്കേണ്ടവനാണ് ഒരു നല്ല വിദ്വാൻ, ഒരു ജ്ഞാനി എന്ന് അദ്ദേഹം. ആത്മജ്ഞാനമുള്ള ജ്ഞാനി അങ്ങനെയാണ് ചെയ്യുക. നീയെ ജ്ഞാനം, ഈ ആത്മജ്ഞാനം ഞാൻ നിനക്ക് തരുന്നു. ഭഗവാൻ കൊടുക്കുന്ന ഈ ഉപദേശം അതിനുള്ള ജ്ഞാനമാണ്, അറിവാണ്. ഈ ആത്മജ്ഞാനം കൊണ്ട് നീ എന്ത് ചെയ്യണം? നേർവഴിക്ക് സർവകർമ്മങ്ങളും നീ യുക്തമായി ആചരിച്ച് അവരെ, ജനങ്ങളെ ലോകനിർമ്മഴിക്ക് നയിക്കണമെന്ന് 26-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനനോട് പറയും. അപ്പൊ അർജുനൻ ഇതൊക്കെ കേട്ടിട്ട് തേർത്താളത്തിലിരിക്കുകയാണ്. ഒരനക്കവും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കുറെ ഗുണങ്ങൾ ഉണ്ടായില്ലേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സാണ് ഗീത പഠിച്ചാൽ എന്ന് പറയുന്നത്. സത്യമായ കാര്യം. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഭഗവത്ഗീത പഠിച്ച നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ 18 അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. അർജുനന് മാത്രമായിട്ട് ഉപദേശിച്ചതാണ് വിചാരിക്കണ്ട. അർജുനനെ ആ തേർത്തടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ആത്മവീര്യം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും അർജുനനോട് പറഞ്ഞു. ഇതെല്ലാം ഭഗവാൻ പറയാട്ടോ. ശ്രീകൃഷ്ണ ഉവാച, ശ്രീകൃഷ്ണ ഉവാചയാണ്. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതി ക്രിയാമാണാനി, പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാ വിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം മൂലം വിവേകം നശിച്ചവൻ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് കരുതുന്നു. ശരിയാ, ഞാൻ ചെയ്യുന്നു, ഞാനാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ഗീത പറയുന്നു. അയ്യോ, ഞാൻ ഒരിക്കലും പറയില്ല ഭഗവാനെ, ഞാൻ ഒരിക്കലും പറയില്ല. ഗീതാമൃതം പറയുന്നത് രേണുക ടീച്ചർ അല്ലേ? രേണുക ടീച്ചർ ചോദിച്ച് ഓരോരുത്തർ ഓടി വരുമ്പോൾ ഞാൻ പറയാം അതെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നേ പറയുള്ളൂ. അപ്പോ ഭഗവാൻ വീണ്ടും 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അഹങ്കാരം മൂലം വിവേകം നശിച്ചവൻ, അതാണ് അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അവൻ എന്താ വിചാരിക്കുക? വിവേകം, ബുദ്ധി ഇല്ലാത്തവൻ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട? ഓരോ കർമ്മവും, ഓരോ പ്രവൃത്തിയും, ഓരോതും നമ്മളെ ഭഗവാനെ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ. ഞാന് ആ അർബാനിയയിൽ കയറിയിരിക്കുമ്പോ ഭഗവാന് ഞങ്ങൾ എല്ലാവരും ചോദിച്ചു, നമ്മൾ എവിടേക്കാ പോണേ? നമുക്ക് സ്വപ്നാണോ? ഇപ്പോഴും ഞാൻ വിചാരിക്കാം, ഞാൻ സ്വപ്നം കണ്ടിട്ടാണോ ഞാൻ ഇവിടെ ഇരിക്കണേ? സത്യം. അപ്പോ ആ ഭഗവാനിൽ വിശ്വസിച്ച് അല്ലെ, ആ വിവേകം നശിച്ചവൻ താനാ, ഞങ്ങൾ ചെയ്തതല്ല, എന്റെ കാര്യത്തിൽ ഞാൻ പറയാട്ടോ. ആ 1 മണിക്കൂർ നേരത്തെ ആ ഒരു മണിക്കൂറിനുള്ളിലാണ് ഞാൻ എല്ലാം എടുത്തു വെച്ച് എന്തൊക്കെയോ വാരി വലിച്ച് എടുത്തിട്ടിട്ട് പോയതാണ് ഞാൻ. അത് ഇത്ര നന്നായി. ആ അയോധ്യ പ്രവേശനം, അയോധ്യ കാണാൻ ഇത്ര പെട്ടെന്ന് ഭാഗ്യം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കുംഭമേളയിൽ സ്നാനം ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഭഗവാൻ സാധിച്ചു തന്നല്ലോ കൃഷ്ണ. അപ്പൊ ഞാൻ കർമ്മത്തിൽ ഫലം കൂടാതെ, കർമ്മബലം കൂടാതെ, ഫലം ഇച്ഛിക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ എത്തിച്ചത്. ഈ ശ്ലോകത്തിലെ അന്തരാർത്ഥം എന്നിൽ കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയുന്നത്. അപ്പൊ ഭഗവാൻ അർജുനനോടും അതാ പറയുന്നത്, പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാ വിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അതാണ് പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ. പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം മൂലം വിവേകം നശിച്ചവൻ എന്താ വിചാരിക്കുക? ഞാനാ ചെയ്തേ, ഞാനാണ് ഈ കർമ്മം ചെയ്തത്, ഞാനാണ് ഈ കർമ്മം. അങ്ങനെ പറയരുത്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഭഗവാൻ. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പൊ സത്കർമ്മം ചെയ്യാൻ നമുക്ക് പിന്നെ പിന്നെ അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് നല്ല പ്രവൃത്തി, നല്ല വിചാര ചിന്തകളിലേക്ക് പോകും. അങ്ങനെ ചെയ്യണം. അപ്പൊ 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. അർജുനനോട് ഭഗവാൻ 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ധീരനായ അർജുന, ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ആത്മതത്വം വേർതിരിച്ചറിയുന്നയാളാകട്ടെ. ഗുണം ഇതാണ്, എന്റെ കർമ്മം ഇതാണ്,
ഈ രണ്ടും ഗുണവും കർമ്മവും ഇതിന്റെ ആന്തരാർത്ഥം വേർതിരിച്ചറിയുന്നവനാകട്ടെ ഇന്ദ്രിയ വിഷയ സുഖങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം എന്നറിഞ്ഞ് അവയിൽ ആസക്തനാകില്ല. അദ്ദേഹത്തിന് എന്താണ് അറിയാം, ഇന്ദ്രിയ സുഖം എന്തെന്നും വിഷയാസക്തമല്ലാത്ത ആത്മതത്വം വേർതിരിച്ചറിയുന്ന ഈ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ആത്മതത്വം വേർതിരിച്ചറിയുന്നവൻ ഇന്ദ്രിയ വിഷ ഗുണങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം എന്നറിഞ്ഞ് അവയിൽ ആസക്തനാവില്ല. അതുപോലെ തന്നെ നീയും എന്ത് വേണം, നിന്റെ ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ വെടിഞ്ഞ് നിന്റെ കർമ്മം നല്ല ശുദ്ധമായ കർമ്മം, ഗുണങ്ങളുടെ കർമ്മങ്ങളുടെ ആത്മതത്വം നീ വേർതിരിച്ചറിഞ്ഞു കൊടുക്കണം എൻ്റെ ഈ ഉപദേശത്തെ. നീയെ എന്താ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തു അർജുന എന്ന് 28ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കർമ്മയോഗത്തിലൂടെ പറയണം. അങ്ങനെ പറഞ്ഞിട്ടല്ലേ ആത്മാബലം കൊടുക്കുക. അപ്പൊ 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, പ്രകൃതേർ ഗുണസമ്മൂഢാഃ സജ്ജന്തി ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്താൻ കൃഷ്ണവിന്ന വിചാലയേ. എന്താ 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്? പ്രകൃതിയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാത്ത മൂഢന്മാർ. ചിദാനന്ദപുരി സ്വാമികൾ ഞങ്ങൾ പ്രഭാഷണം കേൾക്കാൻ പോകുമ്പോൾ പറയും, നമ്മൾ ഇരിക്കുന്ന പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്നത് ചെല്ലാം. ശരിയല്ലേ? 5:45 6 മണി നേരത്തെ പക്ഷികളെല്ലാം അവരുടെ കൂടണയുന്നത് ആ പ്രകൃതിയിൽ ഇരുന്ന് ഞങ്ങൾ കാണും. നല്ല ഒരു മഴക്കാർ വന്നു, നല്ലൊരു കാറ്റ് വന്നു, ആ പ്രഭാഷണ സമയത്ത് നല്ല മഴ പെയ്ത ഓപ്പൺ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? മഴക്കാറൊക്കെ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ വീടെത്തിയിട്ടാണ് മഴ പെയ്തത് ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ. അപ്പൊ പ്രകൃതി കൊണ്ടല്ലേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുക. അപ്പൊ പ്രകൃതി നമുക്ക് സജ്ജമാക്കി തരണ്ടേ, അതാണ് ഇതിന്റെ അർത്ഥം. പ്രകൃതിയെ ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാത്ത മൂഢന്മാർ ഗുണാനുസൃതമായ കർമ്മങ്ങളിൽ ആസക്തിയുള്ളവനായി തീരും. എനിക്ക് എന്ത് കിട്ടും, ഇത് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? നാന കൃഷ്ണവിദോ മന്താൻ കൃഷ്ണവിന്ന വിചാലയേ. അല്പന്മാരായവരെ, അല്പന്മാരെന്നെ നമുക്ക് അവരെ പറയാൻ പറ്റുള്ളൂ, അല്പന്മാർ അല്ലെ? ആ അല്പന്മാരായവരെ ആത്മജ്ഞാനികൾ ചഞ്ചല ചിത്തരാക്കരുത്. അപ്പൊ ആത്മജ്ഞാനികളുടെ അടുത്ത് പോയാലും ഇവര് പെട്ടെന്നൊന്നും നന്നാവാൻ പോണില്ല. അപ്പൊ അവരെ ചഞ്ചല ചിത്തരാക്കാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ എന്നെ കണ്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ച് നീ ആത്മജ്ഞാനം നേടി നീ എന്ത് ചെയ്യണം? ഗുണാനുകൃതമായ കർമ്മങ്ങളിൽ ആസക്തിയുള്ളവനായി തീരൂ അർജുന എന്ന് 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു. എന്തായാലും നമുക്കതൊരു 30 ശ്ലോകം, അതാണ് ഒരു ഭംഗി അല്ലെ? കാരണം 29 ശ്ലോകത്തോടു കൂടി നിർത്തണ്ട, 30ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പ്രകൃതിയുടെ ഗുണങ്ങളെ കുറിച്ച്, അതായത് പ്രകൃതി കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവം ആ പരമാത്മാവ് ആരാണ്? പ്രകൃതി. അതുകൊണ്ടാണ് സസ്യങ്ങളെയും ചെടികളെയും പക്ഷി മൃഗാദികളെയും എല്ലാവരെയും ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മുടെ സനാതന ധർമ്മം വന്നത്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു മരം മുറിക്കുമ്പോൾ പണ്ട് ആ മരത്തിനോട് അനുവാദം ചോദിക്കിയിരുന്നു. വൃക്ഷ രാജാവായ ആൽമരത്തിനെ കാണുമ്പോൾ നമ്മൾ ആൽമരത്തിന്റെ നാമം ചൊല്ലുമായിരുന്നു. ഇപ്പോഴും ചൊല്ലാം. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണു രൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമ. പക്ഷിരാജനായ ഗരുഡനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചൊല്ലാം? കുങ്കുമാങ്കിത വർണ്ണായ കണ്ടേതുതവളായ ച വിഷ്ണു വാഹന രൂപായ പക്ഷിരാജായ തേ നമ. നോക്കൂ, നമ്മൾ പക്ഷിയെ നമസ്കരിച്ചു, വൃക്ഷനെ നോക്കൂ, പക്ഷിരാജാവായ ഗരുഡനെ. എപ്പൊ നിങ്ങൾ ആകാശത്ത് കണ്ടാലും ഈ നാമം ചൊല്ലിക്കോളൂ. ഞാൻ എൻ്റെ റീൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ പേഴ്സണലി വിളിച്ചോളൂ, ഞാൻ വാട്സപ്പിലൂടെ അയച്ചുതരാം. അങ്ങനെ കുറച്ച് പേര് എന്നെ ഈ ഗീതം കണ്ടിട്ട് കഴിഞ്ഞ തവണ ഒരു ചേച്ചി വിളിച്ചിരുന്നു. ആ ഒരു നാമം എനിക്ക് ഇതിൽ പറയുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, പേഴ്സണലായിട്ടൊന്ന് അയച്ചു തരുമോ? ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. അതെങ്ങനെയാ വായിക്കാൻ പറഞ്ഞു കൊടുത്തു, അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പോ ആകാശത്ത് ഗരുഡനെ കാണുമ്പോൾ നിങ്ങൾ ഈ നാമം ചൊല്ലണം. വൃക്ഷമരാജ് നമ്മുടെ എന്താ പറയാ ആൽമരത്തെ ചുറ്റുമ്പോൾ നിങ്ങൾ ഈ നാമം ചൊല്ലി ചുറ്റി നോക്കൂ, ഫലം കൂടുതലാണ്. അപ്പൊ 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, മയി സർവാണി കർമാണി സംനസ്യാധ്യാത്മചേതസാ വിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. സകല കർമ്മങ്ങളും എന്ത് ചെയ്യണം? എന്നിൽ അർപ്പിച്ചിട്ട്, ഭഗവാനെ ഞാൻ ഈ ചെയ്യുന്ന കർമ്മം നിന്നിലേക്ക് അർപ്പിക്കുന്നു. അതുപോലെ അർജുന, നീ ചെയ്യാൻ പോകുന്ന യുദ്ധം നീ എന്നിലേക്ക് അർപ്പിച്ചോളൂ, ഭഗവാൻ ഏറ്റെടുക്കൂ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അതാണ് മയി സർവാണി കർമാണി സംനസ്യാധ്യാത്മചേതസ. എന്നിലേക്ക് അർപ്പിച്ചിട്ട് ആത്മബോധത്തോടെ ഒന്നിലും ആശയം എന്റേത് എന്ന ഭാവം വരരുത്.
ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനനോട്. അർജുനൻ ആ ഒരു അഹങ്കാരം വരാതെ, നീയാണ് ചെയ്യുന്നത്, ഞാൻ അർജുനൻ യുദ്ധവീരൻ, വില്ലാളി വീരൻ അർജുനൻ ഞാനാണ് എന്നുള്ള ബോധമില്ലാതെ എല്ലാം നീ ചെയ്യാൻ പോകുന്ന എല്ലാ കർമ്മവും എന്നിൽ അർപ്പിക്കൂ അർജുന. നമുക്കുള്ള പാഠ, എനിക്കുള്ള പാഠ. ഞാൻ ഈ ചെയ്യുന്നതൊന്നും എൻ്റെ കഴിവല്ല, ഭഗവാന്റെ അനുഗ്രഹം മാത്രം ഭഗവാനെ ഞാൻ അർപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഭഗവാൻ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ. സത്യസന്ധമായ കാര്യം. അത് തന്നെയാണ് അർജുനനോട് 30ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. നിന്റെ ആശയം എന്ന ചിന്ത ഇല്ലാതെ നീ എന്ത് ചെയ്യണം? ദുഃഖം വെടിഞ്ഞ് നീ യുദ്ധം ചെയ്തോ, ധൈര്യമായിട്ട് നീ യുദ്ധം ചെയ്തോളൂ അർജുന. നീ എല്ലാം നീയാണ് ചെയ്യുന്നത് എന്ന ബോധം പാടില്ല, എന്നിലേക്ക്. അപ്പൊ നോക്കുമ്പോ ഭഗവാന്റെ ആ ഒരു അല്ലേ, ഞാനാണ് എല്ലാം. അതല്ലേ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തില്ലേ അവസാനമായപ്പോ. ആ ഭഗവാൻ അത് കണ്ടതോട് കൂടിയിട്ട് അർജുനനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാ പറയണേ. ആലോചിച്ച് നോക്കുക, വിരാട സ്വരൂപം ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് കണ്ടു ഭഗവാന്റെ ആ രൂപം. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് 30ാമത്തെ ശ്ലോകത്തോടു കൂടി നിർത്താം. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളിലെ 3ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ 30ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, മയി സർവാണി കർമാണി സംനസ്യാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. സകല കർമ്മങ്ങളും നീ എന്നിലേക്ക് അർപ്പിക്കുക അർജുന. എന്നിട്ട് ആത്മബോധത്തോടുകൂടി ഒന്നിലും ആശയില്ലാതെ എന്റേത് എന്ന ഭാവവും ഇല്ലാത്തവനായി നിന്റെ ദുഃഖം മുഴുവൻ നീ വെടിഞ്ഞ് യുദ്ധം ചെയ്തോളൂ അർജുന എന്ന് 30ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവാൻ എൻ്റെ കൂടെ വേണം. ഭഗവാനെ നിങ്ങളുടെ പ്രാർത്ഥനയും വ്യത്യാസപ്പെടുത്തിക്കോളൂ. എന്താ പറയുന്നത്? എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനോട്? ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും തരണേ ഭഗവാൻ. മനസ്സിന് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുമോ? ഇപ്പൊ ശരീരത്തിൽ നല്ല ആരോഗ്യമുണ്ട്, മനസ്സ് നമുക്ക്, അതാണ് നമ്മൾ ചന്ദ്രോ മാ മനസ്സാ, ചന്ദ്രനെ. അതുകൊണ്ടാണ് നവഗ്രഹ സ്തോത്രത്തിൽ സൂര്യനും ചന്ദ്രനെയും ഒക്കെ ദിവസവും നവഗ്രഹ സ്തോത്രം ചൊല്ലൂ എന്ന് പറയുന്നത്. ആ പൂർണ്ണ ചന്ദ്രൻ, ആ പൗർണമി ദിവസം ആ ചന്ദ്രനെ നോക്കി വൈകുന്നേരം നിങ്ങൾ ആ ദതിശങ്ക തുഷാരാഭം ചിരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭൂർമകുടഭൂഷണം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ആ അർത്ഥം അറിഞ്ഞും കൂടി പറഞ്ഞാൽ ദതിശങ്ക തുഷാരാമം, ദതി നെയ്യ് വെണ്ണ, ശംഖ് തുഷാരം, ഈ 3 കളറോട് കൂടിയ പൂർണ്ണചന്ദ്രൻ. ചന്ദ്രന്റെ കളർ അങ്ങനെയല്ലേ? മഞ്ഞിന്റെ കളർ എന്താ? ശംഖിന്റെ കളർ എന്താ? വെള്ള നിറമുള്ള ദതിശങ്ക തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം, പാലക്കടലിൽ നിന്ന് പൊന്തി വന്ന അല്ലേ ആ പൂർണ്ണചന്ദ്രൻ. ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം. ശശിനം സോമം, അതായത് സോമന്റെ സോമം ശംഭൂർമകുടഭൂഷണം. ചന്ദ്രന്റെ പേരാണ് ശശി, സോമൻ. ഇതൊക്കെ ചന്ദ്രന്റെ പര്യായങ്ങളാണ്. ആ ശശിയായ സോമനായ ചന്ദ്ര ഭഗവാൻ എവിടെയാണ്? ശംഭുവിന്റെ മകുടത്തിൽ, ശ്രീ പരമേശ്വരന്റെ മകുടത്തിൽ ഭൂഷണമായിരിക്കുന്ന ആ അലങ്കാരമായിരിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അതാണ് മനസ്സ് ദുർബലപ്പെട്ടാൽ, മനസ്സിന് ആരോഗ്യമില്ലെങ്കിൽ, മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചന്ദ്രന്റെ ഈ 4 വരി ശ്ലോകം ദിവസവും 18 തവണ ചൊല്ലിക്കോളൂ. ആത്മബലം ഉണ്ടാവും. കാരണം ചന്ദ്രനാണത്രേ നമ്മുടെ മനസ്സിന്റെ കാരകൻ. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ ഓർമ്മയുണ്ടായില്ലോ, അത് വലിയ സന്തോഷം എനിക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഭഗവത്ഗീത വായിക്കണം, ഭഗവത്ഗീത കയ്യിൽ കൊണ്ട് നടക്കണം, കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവർക്കും ശുഭദിനം.